അസ്സലാമു അലൈക്കും. ക്ലാസ് 7 താരിഖുൽ ഇസ്ലാം പബ്ലിക് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിലെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടു. ചരിത്രം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 2. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനം. ചരിത്രം ബഗ്ദാദ്. 3. അൽ ഖാനൂനു ഫി തിബ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ചരിത്രം ഇബ്നു സീന. 4. പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു. ചരിത്രം മംഗോളിയർ. 5. ഇന്ത്യയിൽ മുസ്ലിം ഭരണം നീണ്ടുനിന്നു. ചരിത്രം 856 വർഷം. 6. മുസ്ലിങ്ങൾ വലിയ പീഡനം സഹിക്കുന്ന ഒരു രാജ്യം. ചരിത്രം ഫലസ്തീൻ. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 1. കെമിസ്ട്രിയിൽ ഗ്രന്ഥം രചിച്ചു. ചരിത്രം ബി ജാബിർ ബിൻ ഹയ്യാൻ. 2. ഗണിതശാസ്ത്രത്തിൽ ഗ്രന്ഥം രചിച്ചു. ചരിത്രം ഇ അൽ ഖ്വാറിസ്മി. 3. മംഗോളിയൻ ഭരണാധികാരി. ചരിത്രം എ ജംഗിസ് ഖാൻ. 4. ജൗഹറത്തു തൗഹീദ് എഴുതി. ചരിത്രം സി ഇബ്രാഹിമുൽ ലഖാനി. 5. ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരി. ചരിത്രം ഡി ഔറംഗസീബ്. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഉമവികൾ ഡാഷ് വർഷം ഭരണം നടത്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 91. 2. തുർക്കി കേന്ദ്രമായിട്ടാണ് ഡാഷ് ഖിലാഫത്ത് നിലവിൽ വന്നത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഉസ്മാനിയ. 3. ചൈനയിൽ ഇപ്പോൾ ഡാഷ് മുസ്ലിങ്ങളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 30 മില്യൺ. 4. ഉമവി കാലത്ത് ഡാഷ് ഖലീഫമാർ ഭരണം നടത്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 14. 5. കിതാബുൽ ഉമ്മ് രചിച്ചത് ഡാഷ് റളിയല്ലാഹു അൻഹു ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അൽ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു. 6. ടിപ്പു സുൽത്താന്റെ പിതാവ് ഡാഷ് ആയിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹൈദർ അലി.